കേരളത്തിലെ ആശാവർക്കർമാർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സമരത്തിലാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ ഇന്ന് അവരുടെ സമരം 17ാം ദിവസത്തിലേക്ക് കടക്കുന്നു. നമ്മൾ കാണുന്നതാണ് സെക്രട്ടേറിയറ്റ് പടിക്കൽ ഈ 17 ദിവസമായി അവർ നടത്തുന്ന സമരത്തെക്കുറിച്ച്. അവരുടെ ആവശ്യങ്ങൾ ന്യായമാണ്, നമുക്കറിയാം. വിവിധ കോണുകളിൽ നിന്ന് അവർക്ക് പിന്തുണയുമായി രാഷ്ട്രീയക്കാരുൾപ്പെടെ രംഗത്ത് വരുന്നുമുണ്ട്. പക്ഷേ ചില CPM നേതാക്കളുടെയൊക്കെ പ്രതികരണം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എടുത്തു പറയുകയാണെങ്കിൽ എളമരം കരീം കഴിഞ്ഞ 2 ദിവസം മുൻപ് ഒരു ലേഖനത്തിൽ, ദേശാഭിമാനിയിലെ ലേഖനത്തിലൊക്കെ പറയുന്നുണ്ടായിരുന്നു, ഈ സമരത്തെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നത്. അരാജകവാദികളാണ് ഈ സമരം നടത്തുന്നത്, ഇതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു CPM കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ എളമരം കരീമിന്റെ ഭാഗത്ത് നിന്ന് വന്നത്. ഇന്നിപ്പോൾ വീണ്ടും അതേ നിലപാട് ആവർത്തിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഏതായാലും കോൺഗ്രസ് ഈ സമരത്തിനോട് ഒപ്പം തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. പല നേതാക്കളും അവിടെ എത്തി, ഈ സമരപ്പന്തലിലെത്തി അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. ഈ സമരം ഇപ്പോൾ കോൺഗ്രസ് ഏറ്റെടുക്കുകയാണ് എന്ന് ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും. കളക്ട്രേറ്റ് മാർച്ച് ഉൾപ്പെടെ സംഘടിപ്പിക്കും. ആശമാരുടെ ആവശ്യങ്ങൾ തീർപ്പാകുന്നതുവരെ അവരുടെ കൂടെ തന്നെ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നത്. എടുത്തു പറയേണ്ടത് ഇത് തന്നെയാണ് CPMന്റെ നിലപാട്. എന്തുകൊണ്ട് ഒരു ചർച്ചയ്ക്ക് പാർട്ടി തയ്യാറാകുന്നില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. അതിനിടയിൽ ഈ എളമരം കരീം പോലെയുള്ള നേതാക്കളുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളും ചർച്ചാ വിഷയം തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ആരാണ് ആശമാർ എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. നമുക്ക് പലർക്കും അറിയാം, പക്ഷേ പലർക്കും അറിയില്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം. അതാണ് നമ്മൾ ഇന്ന് പ്രധാനമായും പരിശോധിക്കുന്നത്. ആരാണ് ആശമാർ എന്നുള്ള കാര്യം തന്നെയാണ്. അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് അഥവാ ആശ ദേശീയ ആരോഗ്യ പദ്ധതിയുടെ ഭാഗമായി ഓരോ വില്ലേജിലും ഭാരത സർക്കാരിനാൽ നിയമിക്കപ്പെടുന്ന അംഗീകൃത സാമൂഹിക ആരോഗ്യ പ്രവർത്തകരെയാണ് ആശാ വർക്കർമാർ എന്ന് പറയുന്നത്. സൂചിപ്പിച്ചതുപോലെ അംഗീകൃത സാമൂഹിക ആരോഗ്യ സന്നദ്ധ പ്രവർത്തകരാണ്. ആരോഗ്യരംഗത്തെ ആക്ടിവിസ്റ്റുകൾ അഥവാ സന്നദ്ധ പ്രവർത്തകരാണിവർ. ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട് വളരെ വലിയ സേവനമാണ് ഇവർ നൽകുന്നത്. കോവിഡ് കാലം നമ്മൾ കണ്ടതാണ്, അത്ര പെട്ടെന്ന് നമുക്ക് മറക്കാൻ കഴിയില്ല. അന്ന് നിസ്വാർത്ഥമായ സേവനമാണ് ആശമാർ നടത്തിയത്. അവരുടെ ആ സേവനം ലോകാരോഗ്യ സംഘടനയുടെ വരെ പ്രശംസയ്ക്ക് പാത്രമായതുമാണ്. ഇനി എപ്പോഴാണ് ഈ ആശാ വർക്കർമാരുടെ ഈ ഒരു പദ്ധതി നിലവിൽ വരുന്നത് എന്ന് പരിശോധിച്ചാൽ UPA സർക്കാരിന്റെ പദ്ധതിയാണിത്. 2005 ഈ ദൗത്യ സംഘം ആരംഭിക്കുന്നത്. സാമൂഹ്യക്ഷേമ മന്ത്രാലയത്തിന് കീഴിൽ വരുന്നതാണ് ഇത്. ഇനി കേരളത്തിൽ 2005 UPA സർക്കാർ ഇങ്ങനൊരു പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് എങ്കിലും കേന്ദ്രതലത്തിൽ ഇത് 2005 ആരംഭിക്കുന്നതെങ്കിലും സംസ്ഥാനത്തിന്റെ നിരന്തര ആവശ്യം പരിഗണിച്ച് 2007 പദ്ധതി കേരളത്തിലും പ്രാവർത്തികമാകുന്നത്. ഗവൺമെന്റ് സാമൂഹ്യക്ഷേമ വിഭാഗത്തിന് കീഴിലാണ് ആശാ വർക്കർമാർ പ്രവർത്തിക്കുന്നത്. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ് എന്ന് നോക്കുകയാണെങ്കിൽ ഗ്രാമീണരുടെ സാമൂഹ്യ ആരോഗ്യ പുരോഗതി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഒരു ഗ്രാമത്തിന് ഒരു ആശ, ഇത് ഏത് രീതിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്ന് കൂടി നോക്കേണ്ടതുണ്ടല്ലോ. നമ്മുടെ സംസ്ഥാനത്തെ വെച്ച് നോക്കിയാൽ 1000 ജനസംഖ്യയ്ക്ക് ഒരു ആശാപ്രവർത്തക എന്നതാണ് കണക്ക്. അങ്ങനെ നോക്കുമ്പോൾ ആകെ വേണ്ടത് 10,22,265 ആശമാരാണ്. 2018 കണക്കുകൾ നോക്കുകയാണെങ്കിൽ 9,39,978 പേരെന്ന നിലയിലാണ് ആശമാരുടെ ഒരു ഏകദേശ കണക്ക്. ഇനി എങ്ങനെയാണ് ഈ ആശാ വർക്കർമാരെ, ആശാ പ്രവർത്തകരെ തെരഞ്ഞെടുക്കുന്നത് എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഗ്രാമപഞ്ചായത്തിനാണ് ഈ ഒരു ചുമതലയുള്ളത്. അതായത് ആശമാരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള ചുമതല അതത് ഗ്രാമപഞ്ചായത്തുകൾക്കായിരിക്കും. ആ ഗ്രാമത്തിലെ താമസക്കാരിയായിരിക്കണം എന്നതാണ് പ്രധാനപ്പെട്ട മാനദണ്ഡം. ഇനി മുൻഗണന എങ്ങനെയായിരിക്കും എന്ന് നോക്കിയാൽ വിവാഹിതർ, വിധവ, വിവാഹമോചിത, ഈ 3 കാറ്റഗറിയിലുള്ള ആളുകൾക്ക് തന്നെയാണ് ആശാവർക്കറാകാനുള്ള മുൻഗണന എന്ന് പറയുന്നത്. പ്രായപരിധി നോക്കിയാൽ 25 മുതൽ 45 വയസ്സ് വരെ പ്രായത്തിന്റെ ഇടയിലുള്ള ആളുകൾക്കാണ് ഇതിന് മുൻഗണനയുള്ളത്. അടിസ്ഥാന വിദ്യാഭ്യാസം വളരെ നിർബന്ധമാണ്. ഇനി എന്തൊക്കെയാണ് ആശാവർക്കർമാരുടെ ഉത്തരവാദിത്തങ്ങൾ എന്നുകൂടി പരിശോധിക്കാം. ആശുപത്രി പ്രസവത്തിന് പ്രോത്സാഹനം, നമുക്കറിയാം പലയിടങ്ങളിലും ഇത്തരത്തിൽ ഈ ആദിവാസി ഊരുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ഈ ആശുപത്രിയിലെ പ്രസവത്തിന് പ്രോത്സാഹനം കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഈ വീടുകളിലെ പ്രസവവുമായി സംബന്ധിച്ചുള്ള മരണനിരക്കൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അത് ഒന്നാമത്തെ കാര്യമാണ്. മാതൃശിശു സംരക്ഷണം, മറ്റൊന്ന് കുടുംബാസൂത്രണമാണ്, പ്രാഥമിക വൈദ്യസഹായം, അതുപോലെ തന്നെ ആരോഗ്യ ബോധവൽക്കരണം തന്നെയാണ് ഏറ്റവും പ്രധാനം. ഇതൊക്കെയാണ് ആശമാരുടെ ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചകളിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നടക്കുന്ന യോഗങ്ങളിൽ ഇവർ പങ്കെടുക്കേണ്ടതും അവർ നിരീക്ഷിക്കുന്ന കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതും വളരെ നിർബന്ധമാണ്. ഇനി ഇവരുടെ വേതന കണക്കിലേക്ക് അല്ലെങ്കിൽ ശമ്പളത്തിലേക്ക് പോകാം. അതാണല്ലോ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം, അല്ലെങ്കിൽ അതാണ് ഇങ്ങനെയൊരു സമരത്തിലേക്ക് കേരളത്തിലെ ആശാവർക്കർമാരെ നയിച്ചിരിക്കുന്നത്.
വേതനം പരിശോധിക്കുകയാണെങ്കിൽ കേന്ദ്ര പദ്ധതി ആയതുകൊണ്ട് തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്ന് ഒരു 60-40 അനുപാതത്തിലാണ് ആശമാർക്ക് പ്രതിമാസ ഓണറേറിയം നൽകുന്നത്. അതുപോലെ തന്നെ പ്രോജക്റ്റിനനുസരിച്ച് ഇൻസെന്റീവ് ഉൾപ്പെടെ നൽകി വരുന്നുണ്ട്. ഇനി കേരളത്തിലേക്ക് വന്നാൽ എത്രയാണ് ഇവർക്ക് ലഭിക്കുന്ന ഓണറേറിയം എന്ന് പരിശോധിക്കാം. നമുക്കറിയാം, രാജ്യത്ത് പലയിടങ്ങളിലും ഇത്തരത്തിൽ ആശാവർക്കർമാർ പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മാസ ഓണറേറിയം നൽകുന്നത് ആശാപ്രവർത്തകർക്ക്. 2016 മുൻപ് ആശമാരുടെ മാസ ഓണറേറിയം എന്ന് പറയുന്നത് 1000 രൂപ മാത്രമായിരുന്നു. ഘട്ടം ഘട്ടമായാണ് ഇത് പിന്നീട് 7000 രൂപ വരെ ആക്കിയത്. ഇൻസെന്റീവും ഫോൺ അലവൻസും ഒക്കെ ഇതിന് പുറമെ ലഭിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 13,200 രൂപയാണ് ഒരു ആശാവർക്കർക്ക് ലഭിക്കേണ്ടത്. അതാണ് അവർ പ്രധാനമായും ഉന്നയിക്കുന്ന ചോദ്യം. ഇങ്ങനെ 13,200 രൂപ ലഭിക്കേണ്ടത് ആരുടെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത്? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവരുടെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. മന്ത്രിയുടെ അക്കൗണ്ടിലേക്കാണോ പോകുന്നത് എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. അത് കൃത്യമായി ലഭിക്കുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ഇനി മറ്റ് സംസ്ഥാനങ്ങളിലെ ഓണറേറിയം നോക്കാം. നേരത്തെ പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ ആശമാർക്ക് ഓണറേറിയം ലഭിക്കുന്നത് കേരള സംസ്ഥാനത്ത് തന്നെയാണ്. 13,200 രൂപയാണ് അവർക്ക് ലഭിക്കേണ്ടത്. മറ്റൊന്ന് സിക്കിമാണ്. അവിടെ 10,000 രൂപയാണ്. മധ്യപ്രദേശിൽ അത് 6,000 രൂപ, ബംഗാളിൽ 6,000 രൂപ, കർണാടകയിൽ 5,000 രൂപ, മഹാരാഷ്ട്രയിൽ 5,000 രൂപ. ഇങ്ങനെയാണ് ഇതിന്റെ ഓണറേറിയം കണക്ക് എന്ന് പറയുന്നത്. ഇത് കൃത്യമായി ലഭിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് ഇവരെ ഇങ്ങനെയൊരു സമരത്തിലേക്ക് കൊണ്ടുവന്നെത്തിച്ചതും. ഇനിയിപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ സെക്രട്ടേറിയറ്റ് പടിക്കൽ നടക്കുന്നത് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. മുഹമ്മദ് ആഷിഖ് വിശദമായി തന്നെ വിവരങ്ങൾ നൽകും. ആശാപ്രവർത്തകരുടെ സമരം ഇത് 17ാം ദിവസമാണ്. 17ാം ദിവസമായി ഇന്നത്തെ പകൽ നിരവധി നിർണായക സംഭവങ്ങൾ സമരപ്പന്തലിലുണ്ടായി. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പോലീസ് രണ്ടാമതും സമരപ്രവർത്തകർക്കെതിരെ നോട്ടീസ് അയച്ചു എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ ഏതാണ്ട് 5ാം ദിവസത്തിലായിരുന്നു കണ്ടോൺമെന്റ് പോലീസ് വഴി തടഞ്ഞു എന്ന് കാണിച്ച് സമരപ്രവർത്തകർക്കെതിരെ സമരസമിതി നേതാക്കൾക്കെതിരെ നോട്ടീസ് അയച്ചത്. ഇത് 2ാം ഘട്ട നോട്ടീസ് അയച്ചത് ഇന്നലെ നടന്ന പൊതുസമ്മേളനവുമായി ബന്ധപ്പെട്ട് ഇവിടെ സംസാരിച്ച പൊതുപ്രവർത്തകർക്കെതിരെയും സമരസമിതി നേതാക്കൾക്കെതിരെയും അടക്കം 14 പേർക്കെതിരെ വഴി തടഞ്ഞതിന് നോട്ടീസ് അയച്ചുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. 48 മണിക്കൂറിനുള്ളിൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി മൊഴി നൽകണം എന്നാണ് കേരള പോലീസ് ആക്ടിലെ വിവിധ വകുപ്പുകൾ പ്രകാരം അയച്ചിരിക്കുന്ന ഈ നോട്ടീസിൽ പറയുന്നത്. എന്നാൽ നിയമപരമായി തന്നെ ഈ നോട്ടീസിനെ നേരിടും എന്നാണ് സമരസമിതി നേതാക്കൾ വ്യക്തമാക്കുന്നത്. അതേസമയം സമരപ്പന്തലിലേക്ക് പിന്തുണയുമായി സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള വിവിധ സംഘടനകളും നേതാക്കളും ഒഴുകിയെത്തി. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് സമരസമിതിയിലെത്തിയത് ശശി തരൂർ MP ആണ് എന്ന് തന്നെ പറയാം. സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ പരസ്പരം പഴിചാരിക്കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാതെ തള്ളി നീക്കാതെ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ ഈ സർക്കാരുകൾ തയ്യാറാകണമെന്ന് MP പറഞ്ഞു. കൂടാതെ ന്യായമായ സമരമാണ് ആശാവർക്കർമാർ ഉന്നയിക്കുന്നതെന്നും അവരുടെ ആവശ്യങ്ങൾ ജനങ്ങളൊക്കെയും ഏറ്റെടുത്തിട്ടുണ്ടെന്നും ശശി തരൂർ പറയുകയുണ്ടായി. ഇവരുടെ ആവശ്യം ഡൽഹിയിൽ ഉന്നയിക്കുമെന്നും ശശി തരൂർ സമരപ്രവർത്തകർക്ക് ഉറപ്പു നൽകി. മറ്റൊരാൾ സമരവേദിയിലെത്തിയത് ഷിബു ബേബി ജോൺ ആയിരുന്നു. RSP നേതാവ് ഷിബു ബേബി ജോൺ മറ്റ് RSP നേതാക്കൾക്കൊപ്പം പാർട്ടിയുടെ പിന്തുണ പ്രഖ്യാപിക്കാൻ സമരവേദിയിലെത്തി. മുൻപ് പെൺപിള്ളയെ ഒരുമേ സമരവുമായി താരതമ്യപ്പെടുത്തിയ എളമരം കരീമിന്റെ പരാമർശത്തിന് മറുപടി പറഞ്ഞുകൊണ്ടായിരുന്നു ഷിബു ബേബി ജോൺ ഇവിടെ പ്രസംഗിച്ചത്. അത് താൻ മുൻപ് ഈ പറയുന്ന പെൺപിള്ളയെ ഒരുമേ സമരം നടന്ന ഘട്ടത്തിൽ താനായിരുന്നു തൊഴിൽ മന്ത്രിയെന്നും അന്ന് തന്റെ ഉറക്കം കിടത്തിയ സമരമായിരുന്നു പെൺപിള്ളെ ഒരുമയെന്നുമായിരുന്നു. ആ സമരത്തിന് അന്ന് CPM-ഉം പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദനും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയുണ്ടായി. എന്നാൽ ആ സമരത്തെ സമന്വയിപ്പിക്കാനും അതിലിടപെട്ട് പ്രശ്നപരിഹാരം കാണാനും അന്നത്തെ ഉമ്മൻചാണ്ടി സ്വീകരിച്ച നിലപാടിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഷിബു ബേബി ജോണിന്റെ പ്രസംഗം. സമരം അവസാനിപ്പിക്കുമ്പോൾ സമരക്കാർ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കയ്യിൽ മുത്തമിട്ടതിനെ കുറിച്ച് ഷിബു ബേബി ജോൺ ഓർമ്മപ്പെടുത്തി. ആ രീതിയിൽ ന്യായമായ ആവശ്യങ്ങളാണെങ്കിൽ സമരത്തെ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് ഷിബു ബേബി ജോൺ ഓർമ്മപ്പെടുത്തി. അതേസമയം ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. അവരുടെ ആവശ്യം ന്യായമാണ് എന്ന് നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. ഇനി എന്തായിരിക്കും സർക്കാരിന്റെ നിലപാട് എന്ന് തന്നെയാണ് കണ്ടറിയേണ്ടത്. മുഹമ്മദ് ആഷിഖാണ് വിവരങ്ങൾ നൽകിയത്.